ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഒരു ക്ലീനിങ് വ്ളോഗാണ്. ഇന്ന് ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ ആക്ച്വലി പറഞ്ഞിരുന്നു ഇവിടെ വീട്ടിൽ കൺസ്ട്രക്ഷൻ നടക്കുവാണ്, ചെറിയ ചെറിയ റിനോവേഷൻസ് നടക്കുവാണ്. അങ്ങനെ ഫൈനലി അത് ഏതാണ്ട് തീർന്നു, മൊത്തം തീർന്നിട്ടില്ല, എന്നാൽ ഏതാണ്ട് തീർന്നു. അപ്പം ഞങ്ങളിന്ന് അപ്സ്റ്റേഴ്സ് ക്ലീൻ ചെയ്യാൻ പോകുവാണ്. എന്നാലും കയറി കിടക്കാറൊന്നും ആയിട്ടില്ല, കാരണം ഇനിയും കുറച്ച് പണികളുണ്ട്. ഇപ്പോൾ ഡോറ് വയ്ക്കണം, പിന്നെ മറ്റേ സ്വിച്ച് ബോർഡൊക്കെ പിടിക്കണം. ഇപ്പം ഞാനിരിക്കുന്നത് വെളിയിലാണ്. ഇന്നിപ്പോൾ കുളിച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. എന്നെ കണ്ടാൽ കുളിക്കാത്ത പോലെ എണീറ്റ മാതിരി ഇരിക്കുന്നതേ ഉള്ളൂ. ഞാൻ മെയിൽ കഴുകിയായിരുന്നു. ഞാനിതിനെ ക്ലീൻ ചെയ്യാനാണ് തുടങ്ങാൻ പോവാണ്. അതുകൊണ്ട് ഇത്രയും ഗ്ലാമർ മതി എന്ന് വെച്ചു. അതാണ് നോ മേക്കപ്പ് നോ ലുക്ക് എന്നുള്ള ലെവലിൽ ഇരിക്കുന്നത്. അപ്പോൾ അമ്മയും റെഡിയാണ്. മേൽഭാഗം മാത്രമാണ് ഒന്ന് സെറ്റായി, എല്ലാം ബാത്റൂം ഫിറ്റിങ്സ് ആണെങ്കിലും വെച്ചു എല്ലാം സെറ്റായിട്ടിരിക്കുന്നത്. അപ്പോൾ അത് മാത്രം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ 2 ആൾക്കാരും കൂടി ഉണ്ട്. അവരും കൂടി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കയറി തുടങ്ങാൻ പോവാണ്. അപ്പോൾ ബാക്കി ഉള്ളിലത്തെ വിശേഷങ്ങൾ കാണാം. ഹായ്, ഗുഡ് മോർണിംഗ്. ഉള്ളിലത്തെ വിശേഷങ്ങൾ കാണിക്കാനാണെങ്കിൽ ഇതൊക്കെയാണ് അവസ്ഥ. ഇതൊക്കെ ഇനി എടുത്ത് മാറ്റണം. ഇവിടുത്തെ പണി ഏതാണ്ട് കഴിഞ്ഞു. ഇതിപ്പോൾ ഇതായി, ചെറിയ ചെറിയ വർക്ക്സ് മാത്രമേ ബാക്കിയുള്ളൂ. ദിസ് ഈസ് ഗോയിങ് ടു ബി മൈ മദേഴ്സ് റൂം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഫ്യൂച്ചർ എൻ്റെ റൂമിലാണ്. അപ്പോൾ അത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. കണ്ട, ഇതിപ്പോൾ ബെഡ് ഇങ്ങനെ ഇട്ടേക്കാണ്. ഇവിടെ ഒന്നും ടൈൽസ് ഒന്നും ചെയ്തിട്ടില്ല. ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കുന്നത്. ക്ലീൻ ചെയ്യുമ്പോൾ വൃത്തി ഉണ്ടാവും. ബാത്റൂമാണ് സെറ്റാക്കിയത്, കാരണം ഇവിടെ ലീക്ക് ഉണ്ടായിരുന്നു ബാത്റൂമിന്. അപ്പോൾ ടൈൽസൊക്കെ മാറ്റി വാട്ടർ പ്രൂഫൊക്കെ ചെയ്തു. മെറ്റീരിയൽസ് സ്പോൺസേർഡ് ബൈ പൂർണ്ണ കൺസ്ട്രക്ഷൻ കെമിക്കൽസ്, MD ശ്രീകല രാജീവ്. അപ്പോൾ അതൊക്കെയാണ് ഇത്. അപ്പോൾ ഇനി ഇത് ക്ലീൻ ചെയ്യണം, അതാണ് പണി. അല്ലമ്മ, ഇതിപ്പോൾ എന്താക്കാനാ പ്ലാൻ? ഇതിപ്പോൾ എവിടെ തുടങ്ങും? ഒരു പിടിയും കിട്ടുന്നില്ല. നമുക്കൊന്ന് റൂമാക്കി എടുക്കാം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും 2 പണിക്കാരെ നിർത്തിയിട്ട് ഞങ്ങൾക്ക് എന്താ പണിയെന്ന്. പക്ഷെ അങ്ങനെയൊന്നല്ല കാര്യങ്ങൾ. നമ്മളും ഹെൽപ്പ് ചെയ്യണം, കാരണം നല്ല പണിയുണ്ട്. ഓരോ സാധനങ്ങൾ കുട്ടുസൂചി പോലും എടുത്ത് തുടക്കേണ്ട അവസ്ഥയാണ് ഉണ്ടാവുക. വേണ്ട, ഇത് അച്ഛനാണ്. അച്ഛൻ്റെ ചെറിയ പ്രായത്തിലെ ഫോട്ടോ. ഇത് അമ്മയാണ്. അമ്മയുടെ ഒരു 22-23 വയസ്സിലെ ഫോട്ടോ. ഇതാണ്. ഇതിങ്ങനെയായി മാസ്പതിക്ക്. I know you're scared, you wanna hide away sometimes. I know you're hurt from everyone telling you lies. I bet you just wanna lose your mind. I know you're hurt, I know you're hurt. Let it out, just feel it. Let it out, cry it all out to me. When you're down, when your heart stops beating. ഇതിലാണ് എൻ്റെ ഡ്രസ്സ് ഫുള്ള് ഇരിക്കുന്നത്. വൈകുന്നേരം അലമാരയിലേക്ക് ആക്കുന്നതായിരിക്കും. അപ്പൊ ഇതിന്റെ അൺബോക്സിങ്, റിവീലിംഗ് വീഡിയോ ഇതിന്റെ ബാക്കി ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പൊ ഇതാണ് ഇന്നത്തെ താരം, ഞങ്ങളുടെ കോൺട്രാക്ടർ എന്ന് പറയാൻ പറ്റില്ല, എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടാണ്. കുറെ വർഷങ്ങളായിട്ടുള്ള ഫ്രണ്ടാണ്. അപ്പൊ എനിക്കും ഒരു അച്ഛനെ പോലെ തന്നെയാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ അടുത്താണ് ഈ വർക്കൊക്കെ ഏൽപ്പിച്ചേക്കണത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും അറിയേണ്ടി വന്നിട്ടില്ല. ഉറങ്ങുക, രാവിലെ ഫുഡ് ഉണ്ടാക്കുക, കഴിക്കുക, അത്ര മാത്രമേ ചെയ്യേണ്ടി വന്നുള്ളൂ. വർക്കേഴ്സ് ഒക്കെ അടിപൊളിയുള്ളതാണ്. അപ്പോൾ ഇതാണ്. എന്തായാലും എല്ലാവർക്കും കോൺട്രാക്ടേഴ്സിൻ്റെ അല്ലെങ്കിൽ വർക്കിൻ്റെ ഒക്കെ ആവശ്യം വരുമ്പോൾ എന്നെ സമീപിക്കുക. ഞാൻ നമ്പർ തരാം. അഡ്വർടൈസ്മെന്റ് ആണ് ഇത്. സുരേഷ് എന്നാണ് പേര്. ഇവിടെ കരിങ്ങാച്ചിറ ഹിൽ പാലസ് ആ ഏരിയയിലാണ് താമസം. ഇനിയിപ്പോൾ എന്തായാലും ഉച്ച സമയമായി. ഞങ്ങൾ രാവിലെ 8:30 തുടങ്ങിയ വർക്കാണ്. 8:30-9 ആ ഒരു റേഞ്ച് തുടങ്ങിയതാണ്. ഇപ്പോൾ സമയം 1:15 കഴിഞ്ഞു. വർക്കേഴ്സ് എല്ലാം ഫുഡ് കഴിക്കാൻ പോയി. എനിക്കും അമ്മയ്ക്കും ഫുഡ് കഴിക്കണം. അമ്മ പുറത്തോട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചെറിയ എന്തെങ്കിലും വല്ല മാഗിയോ വല്ലതെന്തെങ്കിലും ചെറുതായിട്ട് ഉണ്ടാക്കാമെന്ന് വെച്ചു. ഹെവി ആയിട്ട് കഴിച്ചാൽ പിന്നെ പണിയെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഉറങ്ങിപ്പോയി ഞാൻ. ടിങ് 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 ടിങ്. മാഗി. വി ബോത്ത് ആർ പ്ലാനിങ്. ഓരോ കാര്യങ്ങളൊക്കെ എങ്ങനെ അറേഞ്ച് ചെയ്യണം, എവിടെയൊക്കെ അറേഞ്ച് ചെയ്യണം, എന്തൊക്കെ അറേഞ്ച് ചെയ്യണം, എങ്ങനെയൊക്കെ ഉള്ളതെന്നൊക്കെ ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ട് ഇങ്ങനെ ആലോചിക്കുവാണ്. ഇതാണ് എൻ്റെ ടേബിളിൻ്റെ അവസ്ഥ. ഇതൊക്കെ പൊക്കിക്കൊണ്ട് ഞാൻ ഇങ്ങനെ എൻ്റെ കർത്താവ്യ മേലേക്ക് പോകും.
സമയം 3:15 എങ്ങാണ്ടോ കഴിഞ്ഞു. അപ്പോൾ എൻ്റെ മുറി ആക്ച്വലി അത് സെറ്റായി. ഇവിടെ തുടയ്ക്കലും അടിച്ചുവാറലൊക്കെ കഴിഞ്ഞു, എല്ലാം അങ്ങോട്ട് സെറ്റായി ഏതാണ്ട് വന്നു. അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ താഴെ ഇരുന്ന ടേബിള്, അതായത് ഈ ടേബിള് മേലേക്ക് വർക്കേഴ്സ് എത്തിച്ചു തന്നു, അവർ എനിക്ക് എത്തിച്ചു തന്നു. അപ്പോൾ ഇനി അതിൽ സാധനങ്ങളുണ്ട്. അതൊരു വമ്പൻ കാട്ടൺ ബോക്സിലാക്കി വെച്ചേക്കായിരുന്നു. അതിങ്ങനെ ഓരോന്ന് നല്ലത് ഏതാ ചീത്ത ഏതാന്ന് അമ്മ നോക്കിച്ചിട്ട് എന്തൊക്കെ എക്സ്പയർഡായി എന്നൊക്കെ നോക്കിച്ചിട്ട് എല്ലാം കൊണ്ടുവന്നതാണ്. ടെൻടടേ, ഈ കാണുന്നത് ഇതിൽ തലോണയൊന്നും ഉണ്ടായിരുന്നതല്ല, അത് ഈ കിടക്കയിൽ ഉണ്ടായിരുന്നതാണ്. ബാക്കി ഈ ബുക്കും ഇതൊക്കെ എൻ്റെ സാധനങ്ങളൊക്കെ. ബുക്സാണ് ഉണ്ടായിരുന്നത്. എനിക്ക് വായിക്കാൻ ഭയങ്കര ഇഷ്ടമുണ്ട്. പണ്ട് മുതലേ ഉള്ള ബുക്സൊക്കെ കളക്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഞാൻ ആക്ച്വലി ടയർഡായി. അപ്പോൾ ഒരു 3 ഷെൽഫ് ഏതാണ്ടായി. ഇനി ഓരോന്നോരോന്ന് പക്കി വയ്ക്കുകയാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ ലാസ്റ്റ് തപ്പിൽ കണ്ട ഈ നമ്മുടെ ഫോണിൻ്റെയും ലാപ്പിൻ്റെയൊക്കെ എന്താ പറയുക, മറ്റേ ഇയർഫോൺ അങ്ങനത്തെ സാധനത്തിൻ്റെയൊക്കെ മറ്റേ വാറണ്ടിയൊക്കെ തീരുന്നവരെ പെട്ടി കളയാൻ പാടില്ലല്ലോ. അതുകൊണ്ട് പെട്ടിയൊക്കെ സിസ്റ്റം കണ്ട എൻ്റെ S20 ആണ് എൻ്റെ ഫോൺ. അപ്പോൾ ആ ഫോണിലാണ് ഇപ്പോൾ വീഡിയോ എടുത്തേക്കുന്നത്. അതിൻ്റെ പെട്ടി ഇവിടെ ഇരിപ്പുണ്ട്. എൻ്റെ അമ്മൂമ്മയുടെ ഫോണിൻ്റെ പെട്ടി, അങ്ങനെയുള്ള എല്ലാം പിന്നെ വാച്ചിൻ്റെ പെട്ടി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ വെച്ചു. കുറച്ചും കൂടി ഉണ്ടായിരുന്നു, ഒരു പഴയ ഫോണിൻ്റെയൊക്കെ പെട്ടി ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞു. ആൻഡ് ദിസ് ഇസ് സം കളക്ഷൻസ്. ഒന്നും കളയാൻ തോന്നുന്നില്ല. മറ്റേ ചീറ്റോസിൽ നിന്നും അങ്ങനത്തെ ബൂമറിൽ നിന്നൊക്കെ കിട്ടുന്ന ടാറ്റൂസും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടോ. സീരിയസ് ഉണ്ട്. അങ്ങനത്തെ സ്റ്റിക്കേഴ്സും ടാറ്റൂസും ഉണ്ട്. ഉണ്ടാ ഇങ്ങനത്തെ ടാറ്റൂസൊക്കെ ഉണ്ട്. എനിക്ക് പണ്ട് ഭയങ്കര ക്രേസ് ആയിരുന്നത്. എൻ്റെ കളക്ഷൻ അല്ല, ഒരു ചേട്ടൻ്റെയാണ് കളക്ഷൻസ് കൂടുതലും. അപ്പോൾ ഞാനിത് എടുത്ത് സൂക്ഷിച്ച് വെക്കണമെന്ന് മാത്രം. കാരണം പോക്കിമോൻ്റെ ഒക്കെ ചീറ്റോസ് ബൂമറിൽ നിന്നൊക്കെയാണ് ഇത് കൂടുതൽ കിട്ടാറുള്ളത്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ അലമാരയിൽ ഷെൽഫിലാണ് ഇരിക്കുന്നത്. ചേട്ടൻ്റെയും കളക്ഷൻസാണ്. എൻ്റെ വല്ല കോൺട്രിബ്യൂഷൻസ് ഉണ്ടെങ്കിലുണ്ട്. ഫുഡ് കഴിക്കുന്ന കാര്യത്തിൽ മാത്രമേ കോൺട്രിബ്യൂഷൻ ഉള്ളൂ. കളക്ഷൻ്റെ കാര്യത്തിലൊക്കെ അവൻ്റെ സൈഡാണ് കോൺട്രിബ്യൂഷൻസ്. പിന്നെ അങ്ങനെയുള്ളതുണ്ട്. ഇതൊക്കെ എൻ്റെ ഓർണമെൻറ്റ്സ് എന്ന് വെച്ചാൽ അങ്ങനത്തെ ഓർണമെൻറ്റ്സ് ഒന്നല്ല. ഇതിൻ്റെ പണ്ട് ഇപ്പോൾ ഫോട്ടോസ് കണ്ടില്ലേ, അതിൽ മറ്റേ നമ്മുടെ നാഗവല്ലി ഗംഗ മറ്റേ സിനിമയിൽ ഇതാണ് മണിച്ചിത്രത്താഴിൽ കാണിക്കണമില്ല, മങ്ങാമല നെറ്റിച്ചുട്ടി, അങ്ങനെയൊന്നും എനിക്ക് ഇതിൻ്റെ പേരൊന്നും അറിയത്തില്ല. ഇതൊക്കെ തലയിൽ ഇങ്ങനെ വെക്കുന്ന സാധനത്തിൻ്റെ ഒരു ഭാഗം. ഇതെല്ലാം ആക്ച്വലി ഇതൊക്കെ ഡാമേജ്ഡായി ഇതൊക്കെ. കാരണം ഇങ്ങനെ ഉപയോഗിക്കാതിരുന്നിട്ട് ഇതൊക്കെ അത്യാവശ്യം നല്ല ഗ്ലാമർ ഉണ്ട്. പക്ഷെ എൻ്റെ അരപ്പട്ടയൊക്കെ അതിൻ്റെ വിട്ട് പോകുന്നു. ഇതൊക്കെ ഇങ്ങനെ നെറ്റിത്ത് ഇങ്ങനെ വെക്കുന്നതൊക്കെ ഇതൊക്കെ കളയണ്ടെന്ന് വെച്ചിട്ടാണത്. വേറൊരു സാധനം എനിക്ക് കാണിക്കാനുണ്ട്. ഞാൻ ഇപ്പോഴും ഓർത്തത് അത് ആക്ച്വലി ആ പെട്ടിയിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് എന്ത് സാധനമാണ് നാഗവല്ലി രാത്രി നടന്നപ്പോൾ നമ്മുടെ സണ്ണിക്കുട്ടൻ കണ്ടത്? ചിലങ്ക. ഇത് ഇപ്പോഴത്തെ ഡാൻസേഴ്സിൻ്റെ കയ്യിലൊന്നും ഇങ്ങനത്തെ ചിലങ്കയല്ല. ഇപ്പോഴത്തെ ഡാൻസേഴ്സിൻ്റെ കയ്യിലൊക്കെ ബെൽറ്റ് മോഡലാണുള്ളത്. ഇച്ചിരി കൂടി ഗ്ലാമറാണ്, വലിപ്പമുണ്ട്, ഒരു ഇത്ര വീതിയൊക്കെ ഉണ്ട്. ഇതൊക്കെ ഞാൻ ആദ്യം ഡാൻസിൻ്റെ ഇത് ആക്ച്വലി എൻ്റെ ഫസ്റ്റ് ചിലങ്ക തന്നെയാണ്. എനിക്കൊരു ഒറ്റ ചിലങ്ക ഉണ്ടാകുന്നുള്ളൂ. ഞാൻ 3.5 വയസ്സ് മുതൽ ഡാൻസ് പഠിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അന്ന് ഞങ്ങളുടെ ടീച്ചർ വാങ്ങിച്ച് തരും. ഫസ്റ്റ് അരങ്ങേറ്റത്തിൻ്റെ അന്ന് ടീച്ചർ വാങ്ങിച്ച് തന്നു. അങ്ങനെ അനുഗ്രഹം വാങ്ങിച്ചിട്ട് കെട്ടിയ ചിലങ്കയാണ് ഇത് ഇതുവരെ ഡാമേജ്ഡ് ആയിട്ടില്ല. ഡാമേജ് ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കറുത്ത് വന്നു, പക്ഷേ കിലുക്കുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കെട്ടായിരുന്നു പണ്ട്, ഇങ്ങനെ കാല് കെട്ടുമായിരുന്നു. അപ്പോൾ ഞാൻ ഐ തിങ്ക് 7th 8th വരെ കണ്ടു ഞാൻ ഡാൻസ് പഠിച്ചു. അത്രയും നാൾ ഞാൻ ഈ ചിലങ്ക തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഒന്നും ഞാൻ കളയില്ല. എത്ര കേടായാലും എത്ര മുത്തും മണിയൊക്കെ പോയാലും ഞാൻ കളയില്ല എന്ന് വെച്ചാൽ കളയില്ല.
after few hours and costume change later. ഇപ്പോൾ സമയം 9 മണിയായി കേട്ടോ, രാത്രി 9 മണിയായി. അലമാരയിൽ, അതായത് അമ്മയുടെ വാൾ കബോർഡിൽ അമ്മ ഡ്രസ്സൊക്കെ എടുത്ത് വെക്കാൻ പോവാണ് അമ്മയുടെ. അതിൻ്റെ കൂടെ എനിക്ക് സ്വന്തമായിട്ട് അലമാര വരും. അപ്പോൾ എൻ്റെ ഡ്രസ്സ് ഞാൻ മടക്കി വെക്കണം. അപ്പോൾ അത് ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 2 hours മേ ബി. ഇതിപ്പോൾ എന്താക്കാനാ പ്ലാൻ? എങ്ങനെ ഇത് മേലേക്ക് കൊണ്ടു? ഇനി മുകളിലും ഉണ്ട്. അത് ശരി, പക്ഷെ ഇതൊരു 1, 2, 3 തവണ കയറി കിടക്കണ്ടേ? ഒരു കാര്യം ചെയ്താലോ, ഇതൊക്കെ പൊടി എടുത്തിട്ട് കത്തിച്ചാലോ? തുണി എൻ്റെ തന്നെ, ഇതെല്ലാം എൻ്റെ തുണിയാണ്. കണ്ടോളൂ, ഇതെല്ലാം എൻ്റെ തുണിയാണ്. ഇതിൻ്റെ ബാക്കി മീതയുണ്ട്. കത്തിക്കാം, ഒറ്റ സ്ട്രെച്ചിൽ തീയിടാമ്മ. വാട്ട് ഈസ് യുവർ ഐഡിയ? എന്തായാലും പറയും. എനിക്കൊന്നും പറയാനില്ല. പയ്യ ടയർഡായി. നൗ ദ ടൈം ഈസ് 11:02. അപ്പോൾ ഒരു 9:30 കണ്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇതാണ് അവസ്ഥ. ഇപ്പോൾ അമ്മയുടെ ഡ്രസ്സൊക്കെ കൊണ്ട് താഴത്തേക്ക് പോയിക്കോണ്. ഇനി താഴെ പോകണം, അമ്മേനെ ഹെൽപ്പ് ചെയ്യണം. ദിസ് ഇസ് ദ കബോർഡ്. ഇപ്പോൾ കബോർഡ് കൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഹെൽപ്ഫുള്ളായിരുന്നു. എനിക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നി കബോർഡ്. മിററും കൂടി ഉണ്ട് ഇവിടെ. ആക്ച്വലി മിറർ വെക്കും, പക്ഷെ മിറർ ഇതിപ്പം കാരണം മിറർ അവർക്ക് കൊണ്ടുവരണം. അതുകൂടാതെ എൻ്റെ മുറിയിലേക്ക് മിററുണ്ട്. ആ മിററും കൂടി കൊണ്ടുവന്നിട്ടേ അവർ വെക്കത്തുള്ളൂ. അതാണ്. അപ്പോൾ ഗൈസ്, സക്സസ്ഫുള്ളി ഇന്നത്തെ ക്ലീനിങ് പ്രൊസീജിയേഴ്സ് കഴിഞ്ഞിരിക്കണമെന്ന് വെച്ചാൽ ഏതാണ്ട് ഒതുക്കിയിരിക്കുന്നു. ഞങ്ങളിനി കുളിച്ചിട്ട്, കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ കുളിച്ചിട്ട് ഉറങ്ങാനുള്ള ഉദ്ദേശത്തിലാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഇപ്പോൾ ഇതൊരു ക്ലീനിങ് വീഡിയോ ആണെങ്കിലും അതൊരു ഡേ ഇൻ മൈ ലൈഫ് കം ഹോം ടൂർ എന്നുള്ള ലെവലിൽ വേണമെങ്കിൽ കണ്ടോ. പക്ഷെ ഇത് ഹോം ടൂറായിട്ട് കൂട്ടാൻ പറ്റില്ല, കാരണം ഹോം മൊത്തം നിങ്ങൾ കണ്ടിട്ടില്ല. എന്നാൽ ഡേ ഇൻ മൈ ലൈഫായിട്ട് കൂട്ടാൻ പറ്റില്ല, കാരണം ഇത് വെറും ഡെയിലി ക്ലീനിങ് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. അതുകൊണ്ട് വേറൊന്നും ഉണ്ടാവാത്തതുകൊണ്ട് ഡേ ഇൻ മൈ ലൈഫ് ആകത്തില്ല. പക്ഷെ ഇതൊക്കെ വേറെ ചെയ്യുന്നത് കൊണ്ട് ഇതിൻ്റെയൊക്കെ ഒരു ബിറ്റ്സ് ആൻഡ് പാർട്സ് ആയിട്ട് ഇത് ഇങ്ങോട്ട് കൺസിഡർ ചെയ്യുക. ഒരു ശരാശരി വീട്ടിൽ കൺസ്ട്രക്ഷൻസ് ഒക്കെ കഴിഞ്ഞിട്ട് ആ വീട്ടുകാർ അനുഭവിക്കുന്ന വേദനകളാണ് കുറച്ച് മിനിറ്റ്സ് വെച്ചിട്ട് ഞങ്ങളത് കാണിച്ചു തന്നത്. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ്. ഗുഡ് നൈറ്റ്.